ഉറപ്പായിട്ടും മുസ്ലിം ലീഗ് തോൽക്കുന്ന മണ്ഡലങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിൽ ഒന്നാമത്തെ കൊല്ലം ജില്ലയിലെ പുനലൂര്. അവിടെ മുസ്ലിം ലീഗിന് യാതൊരു സാധ്യതയില്ല. അവിടുത്തെ ഗ്രൗണ്ട് റിസൾട്ട് അങ്ങനെയാണ് കാണുന്നത്. നേരെ മറിച്ച് അതിന് പകരം ഇരവിപുരം സീറ്റായിരുന്നെങ്കിൽ ഒരു പക്ഷെ ജയിച്ചിരുന്ന് ഇപ്പോഴത്തെ ഭരണവിരുദ്ധ തരംഗം എല്ലാം കൂടി കൂട്ടിവെച്ച് അവിടെ ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനത്തെ ഒരു സാധ്യത പുനലൂര് ഇല്ല. ഇനി അടുത്ത രണ്ട് അഴീക്കോട് സീറ്റാണ്. അത് കണ്ണൂർ ജില്ലയിലെ അഴീക്കോട്. അവിടെ രണ്ടു പ്രാവശ്യം കെ എം ഷാജി ജയിച്ചെങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് അവിടുത്തെ MLA അത്യാവശ്യം തിരക്കിടില്ലാത്തൊരു പ്രവർത്തനം കാഴ്ചവെച്ചതും മറ്റുള്ള സാഹചര്യങ്ങളും പിന്നെ BJP-യുടെ ഒരു ഇത് ഇടതുപക്ഷത്തിന് സഹായിക്കാനുള്ള ഒരു സാധ്യതയും ഇതെല്ലാം കൂടി കൂട്ടിക്കഴിച്ചു വരുമ്പോൾ ഒരിക്കലും അഴീക്കോട് സീറ്റ് ലീഗ് ജയിക്കാനുള്ള സാധ്യത കാണുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകേണ്ടത് ഗുരുവായൂര് സീറ്റിനെ കുറിച്ചാണ്. തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂര് ഗോപാലകൃഷ്ണൻ കുറെ തൊള്ളപടായി അടിച്ചിക്കണമെങ്കിലും BJP-ന്റെ വോട്ട് മിക്കവാറും ഫുള്ളായിട്ട് BJP-ക്ക് കിട്ടുമെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം അത് മിക്കവാറും മുസ്ലിം ലീഗ് അവിടെ ജയിക്കണ്ട എന്ന് കരുതി സാധാരണഗതിയിൽ ചെയ്യണ പോലെ തന്നെ മിക്കവാറും ഇടതുപക്ഷത്തിന് BJP-യുടെ പരമ്പരാഗത വോട്ടുകൾ കുറെയൊക്കെ പോകാൻ സാധ്യത ഉണ്ട്. പിന്നെ അതിന് പുറമെ ഭരണവിരുദ്ധ വോട്ടുകൾ ഉണ്ടാകും. അത് കുറച്ചൊക്കെ BJP-ക്ക് പോകും, കുറച്ച് ലീഗിനും പോകും. പക്ഷെ എന്നാലും അതുകൊണ്ടൊന്നും ഗുരുവായൂര് ലീഗിന് മറികടക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കുറഞ്ഞ ലീഡിനായാലും ഗുരുവായൂര് അവസാനം ഇടതുപക്ഷം തന്നെ ജയിക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. ഇനി അടുത്തത് ചേലക്കരയാണ്. തൃശ്ശൂര് ജില്ലയിലെ ചേലക്കര പാലക്കാട് സീറ്റ് വെച്ച് മാറിയതാണ്. ഈ സീറ്റിലും ഒരു കാരണവശാൽ ഇതിൽ ഏറ്റവും തീരെ സാധ്യതയില്ലാത്തത് പുനലൂരും ചേലക്കരയാണ്. കാരണം ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കണ്ടു ഭരണവിരുദ്ധ വോട്ടുകൾ അത്രയും ഇടതുപക്ഷത്തിന് എതിരായിട്ട് പോലും അവിടെ ഉണ്ടായത് ഇടതുപക്ഷം 12,000 വോട്ടിന് ജയിച്ചു. ഒന്നാമത്തെ പ്രശ്നം ഭരണവിരുദ്ധ വോട്ടുകൾ രണ്ടായി പിരിയുക എന്നുള്ളതാണ്. അതായത് BJP-യും കുറെ വാങ്ങുന്നുണ്ട്, കുറെ UDF-ഉം വാങ്ങും. പക്ഷെ എന്നാലും അവിടെ ഇടതുപക്ഷത്തിന്റെ ഒരു അടിത്തട്ടിലുള്ള വോട്ട് ബാങ്ക് പറഞ്ഞാല് അത് അങ്ങനെയാണ്. അപ്പൊ അത് അത്ര പെട്ടെന്ന് മറികടന്നുകാണ്ട് UDF-ന് അവിടെ UDF-ഉം ലീഗിന് ജയിക്കാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പം ബാക്കി 27 സീറ്റിലാണ് മൊത്തം ലീഗ് മത്സരിച്ചത്. അപ്പൊ ബാക്കി 27ക്ക് 23 സീറ്റില് ലീഗ് ജയിക്കുക വെച്ചാൽ 22 സീറ്റ് എന്തായാലും ജയിച്ചു. അത് 100% ഉറപ്പാണ്. 22 സീറ്റ്. അതിൽ ഒരു സീറ്റ് കൂടി നമുക്ക് സംശയമുണ്ട് 100% ജയിക്കും എന്നുള്ള കാര്യത്തില്. അത് കുന്നമംഗലം സീറ്റാണ്. പക്ഷെ കൂത്തുപറമ്പ് പോലും നമുക്ക് സംശയമില്ല. കുന്നമംഗലം സീറ്റ് ജയിക്കും ചെറിയൊരു സംശയമുണ്ട്. അപ്പോ ഇതിന്റെ ഒരു കാഴ്ചപ്പാടാണ്. ഒരുപക്ഷെ 27 സീറ്റ് കിട്ടുന്നതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.